എല്ലാവർക്കും സുമീസ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2 ലെയർ മെമ്മറി വയർ ഉപയോഗിച്ച് ചെയ്ത ബ്രേസ്ലെറ്റ് ആണ്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്യാം. ഞാൻ ഇതിനു വേണ്ടി എടുക്കുന്ന ക്രിസ്റ്റലും നമ്മുടെ സിൽവർ ബീഡ്സ് ഇല്ലേ, നമ്മൾ ഗോൾഡ് സിൽവർ അങ്ങനെ വാങ്ങിക്കുന്ന ബീഡ്സ് ഇതാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മളുടെ മെമ്മറി വയർ ഒരേ ലെങ്തിലുള്ള 2 പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ എഡ്ജ് നമ്മുടെ പ്ലെയർ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഒന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമുക്ക് എത്രയാണ് ആവശ്യം അതിനെ തിരിക്കുക, എന്നിട്ട് തിരിച്ച് ഫോൾഡ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ക്രിസ്റ്റൽ ബീഡ്സ് കോർക്കുക. സെൻറ്ററിലാണ് അടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ മെയിനായിട്ടുള്ള ഗോൾഡും സിൽവറും മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അതുവരെ അല്ലാതെ കണ്ടില്ലേ, ഞാനിപ്പോൾ വെറുതെ നമ്മുടെ ബീഡ്സ് കോർക്കുക മാത്രമാണ് ചെയ്യുന്നത്. ആ ബീഡ്സ് കോർക്കുന്നുണ്ട്. സെൻറ്റർ പോർഷൻ വരുമ്പോൾ കുറച്ച് ഞാൻ സിൽവർ ബീഡ്സൂടെ മിക്സ് ചെയ്ത് കൊടുക്കും. അത്ര മാത്രമാണ് ചെയ്യുന്നത്. 2 വേണം. 2 മെമ്മറി വയറാണ്, അതായത് നമ്മൾ ഒരു സർക്കിൾ ഷേപ്പിലുള്ള മെമ്മറി വയർ 2 കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഒന്നാണ് നിങ്ങളെ കാണിച്ചത്, 2 വേണ്ടത്. അപ്പോൾ ഞാനത് ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് അത് കാണിക്കാത്തത്. എന്നിട്ട് എന്ത് ചെയ്യുക, കുറച്ച് നമ്മുടെ ആ സെൻറ്റർ പോർഷൻ വരുന്നതിന് ബാക്കി അത്രയും ക്രിസ്റ്റൽ കവർ ചെയ്യുക. ക്രിസ്റ്റൽ ഏത് കളർ വേണോ നിങ്ങൾക്ക് എടുക്കാം. സെൻറ്ററിൽ ഞാൻ പിന്നെ സിൽവറും കൂടെ മിക്സ് ചെയ്താണ് ബീഡ്സ് കോർക്കുന്നത്. കണ്ടല്ലോ, സെൻറ്റർ വരുമ്പോൾ ബീഡ്സ് ഞാൻ സിൽവറും കൂടെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിങ്ങനെ കോർത്തെടുക്കുക. പിന്നെ 2 സൈഡിലും നമുക്ക് ഒരുപോലെ നമ്മൾ എന്താ പറയുക, ഒരുപോലെ ബീഡ്സ് നിർത്തണം. സെൻറ്ററിൽ കുറച്ചാണെങ്കിൽ സെൻറ്ററിൽ ഒരു 5 ആണ് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ ബാക്കി സൈഡിൽ വരുന്ന ബീഡ്സിൻ്റെ കൗണ്ട് എല്ലാം സെയിം ആയിട്ട് വരാൻ നോക്കുക. അപ്പോൾ ഒരേ ലെയറിൽ ഒരേ ഭംഗിയിൽ തന്നെ നമുക്കെല്ലാം കിട്ടും. കണ്ടോ. പിന്നെ അവസാനം നമ്മൾ ഫിനിഷ് ചെയ്ത് നിർത്തുമ്പോൾ നമ്മൾ ഒത്തിരി ഞെരുക്കി നിർത്താതെ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് വേണം നമ്മൾ ചെയ്ത് നിർത്താനായിട്ട്. കണ്ടല്ലോ, ഇതിപ്പോൾ സെൻറ്ററിൽ കണ്ടല്ലോ. ഇനി കുറച്ചുകൂടെ ബീഡ്സ് വേണം. ആ സെൻറ്ററിലെ ബീഡ്സ് കുറച്ചുകൂടെ കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, ക്രിസ്റ്റൽ മാത്രം പ്ലെയിൻ ആയിട്ട് കോർത്തെടുക്കുക. നമ്മൾ ഹെയർ ബോയ് ഒക്കെ ചെയ്യുമ്പോൾ വരുന്നതാണ്. പിന്നെ ഇതെടുത്തിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അഡൽട്ടിനുള്ളത് കുറച്ചുകൂടെ വലുത് നമുക്ക് കിട്ടും, സെപ്പറേറ്റ് കിട്ടും. അപ്പോൾ അത് മേടിക്കുക. കണ്ടല്ലോ. ഇനി അടുത്ത് ലാസ്റ്റ് വരുമ്പോൾ ആ ക്രിസ്റ്റൽ മാത്രം, ആ ക്രിസ്റ്റൽ 2 സൈഡിലും ഒരുപോലെ ആയിരിക്കണം നമ്മൾ ക്രിസ്റ്റൽ കോർക്കുന്നത്. അവസാനം അത് കോർത്തതിന് ശേഷം ലാസ്റ്റ് പ്ലെയർ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒത്തിരി ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിൽ നിർത്തൽ, കുറച്ചൊരു ഗ്യാപ്പ് വേണം. എന്നാൽ മാത്രമേ നമുക്ക് ലാസ്റ്റ് അത് ഫിനിഷ് ചെയ്ത് നിർത്താനായിട്ട് പറ്റുള്ളൂ. കണ്ടല്ലോ, ആ ഒരു ഗ്യാപ്പ് ഇത്രയും വേണം. പുറകിലോട്ട് തിരിക്കുക, എന്നിട്ട് അതിനെ തിരിച്ച് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിച്ചെടുക്കുക. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഞാൻ പറയും, നമുക്കിത് 2 ആവശ്യമുള്ളത്. ഞാൻ ഒന്നാണ് നിങ്ങൾക്ക് ചെയ്ത് കാണിക്കുന്നത്. കണ്ടില്ലേ, ഇതുപോലെ 2 ആവശ്യമുണ്ട്. അത് രണ്ടും അതിൻ്റെ നമ്മളെടുത്തിരിക്കുന്ന ലെങ്ത് ഈക്വൽ ആയിരിക്കണം. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന്. ബാക്കിയെല്ലാം കുഴപ്പമില്ല. കണ്ടല്ലോ, 2 ഒരുപോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ 2ൻ്റെ എഡ്ജും ഒരു ജമ്പിങ് റിങ് എടുക്കുക. അതിനെ ഓപ്പൺ ചെയ്യുക. നമ്മൾ 2 ഒന്ന് കണക്ട് ചെയ്ത് വയ്ക്കുക. കണ്ടല്ലോ, ജമ്പിങ് റിങ് നമ്മൾ സർക്കിൾ ഷേപ്പിലിരിക്കുന്ന, ഞാൻ അത് എടുത്ത് കാണിച്ചിട്ടില്ല. ആ ജമ്പിങ് റിങ്ങിൻ്റെ അകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഇട്ട് അതിനെ കണക്ട് ചെയ്തെടുക്കുക. വേറെ ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള ഒന്നുമില്ല. ജസ്റ്റ് അതിനകത്തേക്ക് 2 കൂടെ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിനൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത് തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ ചെയ്യണം. എന്നാൽ മാത്രമേ, അല്ലെങ്കിൽ 2 നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അതിനു വേണ്ടി, അതുകൊണ്ടാണ് ജമ്പിങ് റിങ്ങിലാണ് ഞാൻ കണക്ട് ചെയ്യുന്നത്. ഇതുപോലെ കണക്ട് ചെയ്യുക. ആ പ്ലെയറിൽ ഒന്ന് ഫിക്സ് ചെയ്യുക. അപ്പം നമ്മുടെ ബ്രേസ്ലെറ്റ് ആയിട്ടുണ്ട്. മെമ്മറി വേണ്ട ബ്രേസ്ലെറ്റ് നമുക്ക് ഇങ്ങനെയും യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഹാങ്ങിങ് എന്തെങ്കിലും വേണമെങ്കിൽ നമുക്കത് കൊടുക്കാം. അപ്പം ഞാൻ എൻ്റെ ഹാങ്ങിങ് അറ്റാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. വളരെ സിമ്പിളായിട്ട്, നമുക്ക് ഒത്തിരി എക്സ്പെൻസീവ് അല്ലാത്ത രീതിയിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യുന്നതാണ്. കണ്ടല്ലോ, ഇപ്പോൾ തന്നെ ശരിക്കും ആ ക്രിസ്റ്റലിനൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ വളരെ വളരെ ബ്യൂട്ടിഫുള്ളാണ്. നമ്മൾ ഇത് കാണുന്നതിനേക്കാളും ഇട്ട് കാണുമ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ള ഭംഗിയൊക്കെ വരുന്നത്. ഇനി ഞാൻ ചെയ്യുന്നത്, നമ്മുടെ ഹെഡ് പിൻ ഉണ്ടല്ലോ, ഹെഡ് പിൻ ആ ഹെഡ് പിൻ എടുക്കുക. ആവശ്യത്തിന് ലെങ്ത് കട്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ അതിലേക്കൊരു ക്രിസ്റ്റൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ ക്രിസ്റ്റൽ ജസ്റ്റ് ഒന്ന് ഞാൻ നമ്മുടെ ചെയിൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ചെയിനും കൂടെ ഇതിലിട്ട് അറ്റാച്ച് ചെയ്യുക. നമുക്ക് എത്ര ലെങ്ത് വേണം അതിനുവേണ്ടി സിൽവർ ചെയിൻ എടുക്കുക. ആ ചെയിൻ എത്രയാണ് ലെങ്ത് വേണ്ടത് അറ്റാച്ച് ചെയ്യുക. അതിനുശേഷം അതിന് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ജമ്പിങ് റിങ് ഇല്ലേ, അതിലേക്ക് നമ്മുടെ ബ്രേസ്ലെറ്റിൻ്റെ എഡ്ജിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അതോടുകൂടെ നമ്മുടെ കാര്യം കഴിഞ്ഞു കിട്ടി.
കണ്ടല്ലോ. ഇതുപോലെ ഇപ്പം ഞാൻ ഇതൊരു സൈഡിൽ, അടുത്ത സൈഡിൽ ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്, വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. കാരണം അത്രയ്ക്ക് എളുപ്പമാണ് ഇത് ചെയ്തെടുക്കാനായിട്ട്. ആ ജമ്പിങ് റൂം ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.